നമ്മൾക്കെല്ലാം സുപരിചിതമായ ഒന്നാണ് സാന്റാക്ലോസിന്റെ ഉത്തരധ്രുവത്തിലെ വീടിനെ പറ്റിയുള്ള കഥകളും പുരാവൃത്തങ്ങളും. ഫിനിഷ് നാടോടി കഥകൾ പ്രകാരം ലാപ്ലാൻഡിലെ മലമടക്കാണ് സാന്റാക്ലോസിന്റെ വാസസ്ഥലം. എന്നാൽ പിന്നീട് ഫിൻലൻഡിലെ ലാപ്ലാൻഡിൽ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു ഗ്രാമം പണികഴിപ്പിച്ചു. അതാണ് സാന്റാക്ലോസ് വില്ലേജ് എന്നറിയപ്പെടുന്നത്. സാന്റാക്ലോസ് വില്ലേജിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആർട്ടിക് വൃത്തത്തിന്റെ തുടക്കം സൂചിപ്പിച്ച് 62 ഡിഗ്രി 32 നോർത്ത് വെൽക്കം ടു ആർട്ടിക് സർക്കിൾ എന്ന് എഴുതിയ ഒരു വലിയ രേഖ തറയിൽ കാണാം. ഈ ഗ്രാമത്തിലെ പ്രധാന കെട്ടിടത്തിനുള്ളിലാണ് സാന്റാക്ലോസിന്റെ ഓഫീസ്. ഇവിടെ എത്തുന്ന സന്ദർശകരെ സ്വീകരിക്കുന്നതിനും ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുന്നതിനുമായി സാന്റാക്ലോസിന്റെ വേഷധാരിയായ ഒരാളെ അവിടെ കാണാം. ഈ ഗ്രാമത്തിന് ഒരു പ്രത്യേക മാന്ത്രികത നൽകിക്കൊണ്ട് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന അരണ്ട വഴികളും ഇടയ്ക്കിടെ തിളക്കമുള്ള വൈദ്യുത വിളക്കുകളും എല്ലാം നിറഞ്ഞതാണ് ഈ ഗ്രാമത്തിന്റെ നിർമ്മാണ ശൈലി. സാന്റാക്ലോസിന്റെ ഓഫീസിലെത്തിയാൽ അവിടെ ചുവന്ന വസ്ത്രവും തൊപ്പിയും അരയിൽ ഒരു ബെൽറ്റും വലിയ ബൂട്ടുമിട്ട് 6 അടിയിലേറെ പൊക്കവും നീളൻ താടിയും വലിയ വയറുമൊക്കെയായി സമ്മാനപ്പൊതികളുടെ ഇടയിൽ ഇരിക്കുന്ന സാന്റാക്ലോസിനെ കാണാം. അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും സമയം ചെലവഴിക്കാനും സംഭാഷണം നടത്താനുമുള്ള അവസരവും അവിടെ ലഭിക്കും. ഇവിടെ നിന്നും സാന്റാക്ലോസിന്റെ പേരിൽ എല്ലാ സമയത്തും ലോകത്തിലെ ഏതു ഭാഗത്തേക്ക് വേണമെങ്കിലും ക്രിസ്മസ് കാർഡുകളും സമ്മാനങ്ങളും അയക്കാം എന്നതാണ് മറ്റൊരു ആകർഷണീയത. നോർത്തേൺ ലൈറ്റ്സ് അഥവാ അരോറ ബൊറാലിൻ ധ്രുവദീപ്തി എന്നത് ധ്രുവപ്രദേശങ്ങളിൽ കാണാവുന്ന മറ്റൊരു അത്ഭുതമാണ്. സാന്റാക്ലോസ് വില്ലേജിന് സമീപമുള്ള ആർട്ടിക് ഗാർഡനും ഒനസ്വാര മലമടക്കുകളുടെ മുകൾ ഭാഗവും ധ്രുവദീപ്തി വീക്ഷിക്കാൻ പറ്റിയ ലോകത്തിലെ തന്നെ മികച്ച സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനേകം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഓഗസ്റ്റ് മധ്യം മുതൽ ഏപ്രിൽ ആദ്യം വരെയുള്ള 150 രാത്രികളിലാണ് ഇവിടെ ഈ പ്രതിഭാസം ദൃശ്യമാകാറുള്ളത്.